യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെൻഡിറ്റ് പ്രയർ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നു. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ഒരു വർഷക്കാലം പ്രഭാതത്തിലും രാത്രിയിലും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും വചനത്തിലൂടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ദൈവകൃപയാൽ മക്കൾ നിറയട്ടെ. ഈ ദിവസങ്ങളിൽ മക്കൾ കടന്നു പോകുന്ന വഴികൾ ഏതെങ്കിലും എതിർപ്പിൻ്റെയോ ഭിന്നതയുടെയോ തെറ്റിൻ്റെയോ വഴികളുണ്ടെങ്കിൽ ആ വഴിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്കും അനുഗ്രഹത്തിൻ്റെ പാതയിലേക്കും നമ്മുടെ മക്കൾ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾ ഓരോരുത്തരും മക്കളെ പേര് പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവരുടെ പേര് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അനുഗ്രഹിക്കാം. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നുകൊണ്ട് മാതാപിതാക്കളെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ആ മക്കൾ അനുഗ്രഹമായി തലമുറകൾക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 26-ാം വചനമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു, ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ധനമുണ്ടായാലും ശാരീരിക ബലമുണ്ടായാലും ജീവിതത്തിൽ എന്ത് നേടിയാലും ഭൗതികമായ അനുഗ്രഹങ്ങൾ ഏത് നേടിയാലും ദൈവഭക്തിയാണ് ഇവയേക്കാൾ ഏറ്റവും അഭികാമ്യമായി ഉണ്ടാകേണ്ടത്. ദൈവഭക്തിയാണ്, ദൈവത്തോടുള്ള വിശ്വസ്തത, ഔദാസിക സ്വീകരണം, ദൈവവുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്നെ ഈ ഭൗതികമായ ധനത്തിലേക്കും ശാരീരികമായ ബലത്തിലേക്കും എല്ലാം കൊണ്ടുവന്നെത്തിച്ചത്. ബോധ്യം എളിമയോടുകൂടി നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ എളിമയോടെ നിന്നുകൊണ്ട് അനുഗ്രഹം നേടുവാൻ, നമ്മുടെ മക്കൾക്ക് കൂടുതലായി ദൈവഭക്തി നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വലിയ കൃപയിൽ കർത്താവിൻ്റെ പ്രിയ മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയും ദൈവത്തോട് ചേർന്നുകൊണ്ട് ആലോചന തേടി ഓരോ കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് ആണ്ട് വയ്ക്കാൻ, തകർച്ചയിലേക്കല്ല, കുഴിയിൽ നിന്നും താഴെ കുഴിയിലേക്കല്ല, ഉയർന്ന് മക്കൾ വളർന്നു വരുവാനും അത് കണ്ട് മാതാപിതാക്കളെ നമുക്ക് സന്തോഷിക്കുവാനും ദൈവഭക്തിയിലൂടെ അനുഗ്രഹം നേടിക്കൊണ്ട് പ്രിയ മക്കൾ സന്തോഷപരമായ ജീവിതത്തിന്, വിജയകരമായ ഒരു ജീവിതത്തിന് ഉടമകളായി തീർന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ, നന്ദി പറയുവാൻ അവസരമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വളരെ ശക്തമായി ഒഴുകിയിറങ്ങട്ടെ. ആമീൻ. മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയുടെ മക്കൾ ധനത്തെക്കാളും ശാരീരികമായ ബലത്തെക്കാളും അഭികാമ്യമായ ദൈവഭക്തിയെ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥിച്ചും വചനം പഠിച്ചും ഉപവി പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ദാനധർമ്മങ്ങളാലും ദൈവഭക്തിയിൽ വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ജീവിതത്തിൽ നല്ല മൂല്യങ്ങളുടെ ഉടമയായി ദൈവമേ അവിടുത്തെ പ്രിയ മക്കളായി ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.